ഹലോ അസ്സലാമു അലൈക്കും. എനിക്ക് സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കത് എത്രത്തോളം ഫീലിംഗ് ആകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. ഇത് കണ്ടോ, റംബുട്ടാൻ്റെ മരമാണ്. ഇത് കാറ്റടിച്ചിട്ട് വീണതൊന്നുമല്ല കേട്ടോ. ഇതിലെ പിക്കപ്പും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു ഇറ്റാച്ചിയും കൂടെ പോയിരുന്നു. അതിൻ്റെ ഒരു ഭാഗം തട്ടി ഒടിഞ്ഞ് വീണതാണ് കേട്ടോ. അത് ചെറിയൊരു ഭാഗമൊന്നുമല്ല വീണിട്ടുള്ളത്, അതിൻ്റെ എല്ലാം, അതായത് നടുക്ക് മുറിച്ചിട്ട പോലെയാണ് ഇത് പൊട്ടി വീണിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് പിന്നെ ഈ ഡ്രൈവറില്ലേ, ഈ മരത്തുമ്മ കൊളുത്തിയതും അത് പൊട്ടി വീണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളൊന്നും പറയാതെ സ്പീഡിൽ വിട്ടു പോവുകയാണ് ചെയ്തത്. എങ്കിലും അവർ തിരിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മരം വീഴാളത് വീണ് പോയി, ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നാലും അവരെന്താണ്, നമ്മളെല്ലാവരും കണ്ടതാണ് ഈ മരം കൊളുത്തിയതും അതേപോലെ തന്നെ അവർ പൊട്ടിച്ച് പോണതും കണ്ടതാണ്. അപ്പോൾ ഈ വീട്ടുകാർ ഇത് ശ്രദ്ധിക്കൊണ്ട് അവരോടൊരു കാര്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്താണ്, ഒരു സോറി പറഞ്ഞിട്ട് തിരിച്ചു പോകാമെന്നുള്ളതെങ്കിലും അങ്ങനെ ഒരു ഫോർമാലിറ്റി പോലും അവർ കാട്ടിയില്ല. അതെന്താണ്, പൊട്ടിച്ചിട്ടിട്ട് അവർ ഓടിച്ച് പോവുകയാണ് ചെയ്തത്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റിയതിൻ്റെ ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ എൻ്റെ വണ്ടി റോഡിലേക്ക് ഇറക്കണമെങ്കിൽ പിന്നെ ഇതൊക്കെ മാറ്റിയതിൻ്റെ ശേഷം വേണം എനിക്ക് പോകാൻ. അപ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂ. തൽക്കാലത്തിന് ഞാൻ എന്താണ്, ആ ഡ്രസ്സ് ടീമിൽ കൂടെ റെയിൻ കോട്ടും കൂടെ ഇട്ടിട്ട് വേഗം അത് വെട്ടി മാറ്റാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ കമ്പും നല്ല സ്ട്രോങ് ആണ് കേട്ടോ. വെട്ടാൻ ഒരുപാട് സമയമെടുത്ത്. പിന്നെ അതല്ല എനിക്ക് സങ്കടം, ഈ ഒരു വർഷം അത് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2019 പിന്നെ നഴ്സറിയിൽ നിന്ന് കൊടുത്തിട്ട് നട്ടൊരു മരമായിരുന്നത്. പക്ഷെ അത് പൂക്കാൻ ഒരുപാട് കാലമെടുത്ത്. പിന്നെ ഈ ഒരു വർഷത്തിൽ അതെന്താണ്, പൂവിട്ടിരുന്നു. പക്ഷെ അതിൻ്റെ കായൊന്നും പിടിച്ചില്ല. കായൊക്കെ എന്താണ് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അടുത്ത വർഷം എന്തായാലും എന്താണ് ഇതിന് ഒരു കായ കഴിക്കുക എന്നുള്ളത്, അതായത് റംബുട്ടാൻ ഉണ്ടാകും, അത് നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് എന്താണ് അസ്ഥാനത്തായി എന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഈ കമ്പൊക്കെ ഞാൻ വെട്ടിയതിൻ്റെ ശേഷം ക്ലാസ്സിന് പോവാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ നേരെ ആ മരത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. അത് ഞാൻ ചെന്നിട്ട് അതൊരു ഒപ്പരമാക്കി വെട്ടാണ്. ഈ തൊലിയൊക്കെ ചീന്തിക്കാണ് താഴേക്ക്. അപ്പോൾ കുറച്ച് ഭാഗം എന്താണ് ഒരുപോലെ ലെവലിൽ വെട്ടി നോക്കുകയാണ്. പക്ഷേ നല്ല ഉറപ്പുള്ളതുകൊണ്ട് വെട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിച്ചാൽ അതിൽ നല്ല മണ്ണ് തേമ്പിയിട്ട് പിന്നെന്താണ് ചുറ്റിക്കൊടുത്താൽ മതി എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ അതൊരു പ്രതീക്ഷയോട് കൂടി ചെയ്യാണ്. ഇനി അത് കിളിർത്ത് വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പ്രതീക്ഷ കൈവിടുണ്ടല്ലോ, ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും ചെയ്യേണ്ടതിന് വലിയ ക്യാഷൊന്നും കൊടുക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നല്ല മണ്ണ് കുഴച്ച് വന്ന്, കുറച്ച് നല്ല കളിമണ്ണ് പോലത്തെ നൈസായിട്ടുള്ള മണ്ണുണ്ടായിരുന്നു. അങ്ങനെയുള്ള മണ്ണ് ഞാൻ കുഴച്ച് വന്നിട്ടുണ്ട്. കുഴച്ച് വന്നതിന് ശേഷം അതിമേൽ തേമ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് കെട്ടി വെക്കണം. ഒരു പഴയ തുണി, അതായത് പഴയ തുണി മണ്ണിൽ മുക്കി, ഒരു കോട്ടൺ തുണി കേട്ടോ, കോട്ടൺ തുണി മണ്ണിൽ മുക്കിയതിൻ്റെ ശേഷം അതിൽ പതിപ്പിച്ച് വെക്കണം. അതായത് ചുറ്റി ഇങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു കവറിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്താകുമെന്ന് അറിയില്ല, അത് ഉണ്ടാകുമോയെന്ന് എനിക്ക് അറിയുന്നില്ല. എന്നാൽ ജസ്റ്റ് നമ്മളൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്ത് വെച്ചെന്നുള്ളൂ. എല്ലാവരും പറഞ്ഞത് കേട്ട് ഇങ്ങനെ ചെയ്താൽ എന്താണ് വീണ്ടും അതിൻ്റെ താഴത്തെ ഭാഗം കിളിർത്ത് വരും എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് പിന്നീട്, ഇതിലൂടെ നല്ല മഴയും പെയ്തുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യം പിന്നീട് കാണാം. എൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഇങ്ങോട്ട് പങ്കുവെച്ചെന്നുള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും.